ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. സമയം 10 മണി കഴിഞ്ഞു. അപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഇന്നലെ കുഞ്ഞുട്ടി ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇന്നലെ വൈകുന്നേരത്ത് പൊരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടേനി. പക്ഷെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് എനിക്ക് സുഖമില്ലാത്ത ദിവസങ്ങളായിനി കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്ന് പനിച്ചു. അപ്പം അതിൻ്റെ ശരീരവേദനയും കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിനി കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മുണ്ടാതെ പോയിക്കാണി മനസ്സാ, ഞാൻ നാളെ മറ്റന്നാളോ പൊരിച്ചു തരാം എന്ന് പറഞ്ഞതേനി കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചേ അതൊക്കെ ഒന്ന് പൊരിച്ചു കൊടുക്കാമെന്ന്. പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എന്താണെന്നറിയില്ല, പൈപ്പും വെള്ളം സൗകര്യമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, കുക്ക് ചെയ്യാനൊക്കെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിരിക്കണം കേട്ടോ. പക്ഷേ ഓലതേ മുതലെടുക്കുന്നുണ്ട് കേട്ടോ സജിയെ. അപ്പോൾ ഓൽക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഗർഭിണികളെ മാതിരി ഓരോരോ പൂതികളും പറഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞാനൊരു എന്തൊക്കെയോ ഒരു വിഷമം മാതിരിയാണ്. അപ്പം എന്നാൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണേ. അപ്പോൾ കുറച്ച് ചിക്കന് ഞാൻ കറി വെക്കാനും കുറച്ചെടുത്തിട്ട് ഓലെ പുതിക്ക് പൊരിച്ചു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. ഇന്നിപ്പോൾ വലിയൊരു സുഖമൊന്നുമില്ല, പക്ഷെ എന്നാൽ എല്ലാ ഒരു ഇതിൽ അങ്ങോട്ട് വേഗം തട്ടിക്കൂട്ടി റെഡിയാക്കുകയാണേ എൻ്റെ അസിസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം അലമ്പാക്കാനുള്ള കരാർ ഏറ്റെടുത്തിക്കണ്. അങ്ങനെ ഒരു തലക്കന്ന് മൂപ്പര് പണി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അതാ റൂമിൽ ഒരുവിധം വരപ്പാക്കിക്കണ്. പിന്നെ അടുക്കളേൻ്റെ കഥ പറയണ്ട, അവിടെയും നിലത്ത് കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടൊക്കെ റെഡിയാക്കിക്കണേ. മൊയ്ലാളി ഇപ്പൊ പെരിയിലിരിക്കാൻ വലിയൊരു ഇഷ്ടമല്ല. വാതിൽ നിന്നൊരു ചെറിയ ഹോള് കണ്ട അയില തുറന്ന് ചാടാൻ പറ്റുമോ നോക്കി മുറ്റത്തിറങ്ങണ പണിയാണ് കേട്ടോ. അതുകൊണ്ട് 2 വാതിലും കുറ്റിട്ടോണ്ട് പാവം കെട്ടിട്ട മാതിരി അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ചിക്കൻ തന്നെ തിരിച്ചു വരാം. അപ്പം ഞാൻ കറി ഒരു അടുപ്പത്ത് സെറ്റാക്കി കൊണ്ടിരിക്കണ്ടേ. അപ്പം ഞാൻ ഫ്രൈ ചെയ്യാനുള്ളതൊന്ന് മസാലയൊക്കെ പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫ്രൈ ചെയ്യണില്ല, വൈകുന്നേരത്ത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ ഉച്ചയ്ക്ക് സ്കൂളിട്ട് വരും. ഓൽക്ക് രണ്ടാക്കും രാവിലെയാണെന്ന് പരീക്ഷ. അപ്പോൾ രാവിലെ പിന്നെ ചായയും കടി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കൂടെ അതിൻ്റെ അടി കൂടെ ഓലെ പഠിപ്പിച്ചലും. കാരണം വൈകുന്നേരത്തെ ഓലെ പിന്നാലെ കൂടാൻ എനിക്ക് കൂടിയിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര ക്ഷീണവും കൊയൊക്കെ ആയതുകൊണ്ട് വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ രാവിലെ ഓല കൂടെ ഇരിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ പിടിച്ചു തുടങ്ങിയത്. ഇഞ്ചി വെളുത്തുള്ളിയും കുത്തി ചായച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഞാൻ ചിക്കൻ പൊരിക്കുമ്പോഴേ വെളുത്തുള്ളിൻ്റെ തൊലി കളയില്ല, നല്ലോണം അങ്ങോട്ട് കഴുകിയെടുത്തിട്ട് ആ തൊലി ഓർക്കിനെ കുത്തി ചായച്ചിട്ട് ഇട്ടെടുക്കും. എന്നിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു ഇത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല, ചിക്കൻ മസാല പറഞ്ഞല്ലേ ഒരു കേട്ടോ, ഉപ്പ്, അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ട് ആണ് മസാല വരട്ടിയൊക്കെ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ടേനി. പിന്നെ കുറച്ച് തൈരാണ് ചേർത്ത് കൊടുത്തിനത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടൊന്ന് മസാല വരട്ടി വെക്കുകയാണേ. ഞാൻ മീനൊക്കെ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വല്ലാണ്ട് അങ്ങോട്ട് ചേർക്കൂല കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ചേർക്കുള്ളൂ. എന്താ വെച്ചാൽ കുഞ്ഞുട്ടിക്ക് വലിയ ഇഷ്ടമല്ല മീനിൽ ചേർക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മീനിൽ അങ്ങനെ അധികം മസാലകളൊന്നും ചേർക്കാതെ മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനൊരു ഇത്തിരി കളറ് ചേർത്തിട്ടുണ്ട്. ഇനി അതാണ് ഒരു നല്ലൊരു ചൊറുക്ക്. ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ചേർത്ത് കൊടുത്തതാണേ. വല്ലപ്പോഴും മാത്രമേ ചേർക്കുള്ളൂ. ഫുഡ് കളർ ഞാൻ എപ്പോഴും ചേർക്കലില്ല. ഞാൻ ഫുഡ് കളർ ഇവിടെ വാങ്ങി വെക്കലുമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് എപ്പോഴോ വെറുതെ സമയം കിട്ടിയപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനി. അരിഞ്ഞല്ലല്ലോ, തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടേനി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് എനിക്കതൊരു ഉപകാരമായി. അപ്പം ഇന്നും വലിയൊരു ഇതില്ല, എന്നാൽ പിന്നെ ഒരു കുറച്ചൊരു ഓക്കെ ആണേനും. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു പാത്ത് പോയി കടന്നാൽ മതി എന്നുള്ള അവസ്ഥയാക്കണേ. ഇന്ന് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള അരി കഴുകി കലത്തിലിട്ടു. പിന്നെ ചെറുള്ളിയും പിന്നെ ഒരമുറി തേങ്ങയും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ഒരു വെള്ളിയാഴ്ച വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുക ബീഫ് കറി. ബീഫ് വാങ്ങും കേട്ടോ വെള്ളിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയിട്ട്. അപ്പോൾ ആ ബീഫ് കറിയും അതിക്ക് തേങ്ങാച്ചോറുമാണ് ഉണ്ടാക്കുക. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ നാട്ടിലെ കേരക്കുറവ് കൊണ്ട് ഞാൻ കുറേ ആയി തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഉലുവ ചേർക്കുക. ഉലുവ ഞാനുണ്ടല്ലോ കുറേ അധികം ചേർക്കാൻ നിൽക്കിയേ. ഞാൻ മറന്നുകാണ്ട് ഇടാൻ നിന്നുകാണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇവിടെ കുഞ്ഞുട്ടിക്ക് ഒരുപാട് ഉലുവ ചേർക്കണമെന്നും ഇഷ്ടമല്ല. ഒരുപാട് ഉലുവ ചേർത്ത് കൊടുത്താൽ പറയും എന്താണ് ഞാനിവിടെ പ്രസവിച്ചെടുക്കുകയാണോ ചോദിക്കും. അപ്പം
പിന്നീട് ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുന്തിരി ഉണ്ടേനി, അത് ജ്യൂസ് അടിച്ച് ആണ് കേട്ടോ കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്നപ്പോൾ കൊടുത്തത്. അപ്പോൾ സെനിക്കുട്ടനും കുഞ്ഞുട്ടി അവിടെ ഇരുന്ന് ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വെയിലുള്ള ദിവസേനി, അതുകൊണ്ട് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പം ഈ നേരത്താണ് ഞാൻ കിച്ചണിൽ ബാക്കി പണികൾ എടുക്കാതെ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ രാവിലെ മസാല പുരട്ടി വെച്ച ചിക്കനൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. നമ്മുടെ അലൂമിനിയം ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. കുറേ ആയിട്ട് ഇപ്പം ഇയാളെ വല്ലാതെ എടുക്കലില്ലല്ലോ. ഞാൻ പ്രിൻസസ് പാലിൻ്റെ ചട്ടി വന്നതോടുകൂടി ആൾക്കായി പിന്നെ ഡിമാൻഡ്. പിന്നെ ഇയാള് ഞാൻ വല്ലപ്പോഴും എടുക്കലൊക്കെ ഉണ്ട്. സെനോ അടങ്ങി നിൽക്കടാ. അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നപ്പോഴേ ഞാൻ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തേ. ഈ വെളിച്ചെണ്ണ കുപ്പിയിൽ ഞാൻ ഇതുവരെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടില്ല. പിന്നെന്തിനാ പാടെ വെച്ചിക്കണെന്ന് വിചാരിച്ചാൽ ഓയിലും കുപ്പിക്ക് ഒരു തുണക്കൊരാളായിക്കോട്ടെ. പാവം ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സങ്കടമല്ലേ. അപ്പം ഇനിയിപ്പോൾ ആളില്ലാത്ത കുറവ് വേണ്ട, അപ്പം ഇനി ഓല് രണ്ടാളും കമ്പനി ആയിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പം നമുക്ക് എണ്ണ ചൂടായി എന്നേ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടേനെ. അപ്പോൾ ആ എണ്ണ ചൂടാകുന്ന ഗ്യാപ്പിൽ പോയിട്ട് അത് വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു കേട്ടോ. കരിയേപ്പിൻ്റെ ഇല പറിച്ചാൻ പോവാൻ മടിയായതുകൊണ്ട് ഇപ്പം എൻ്റെ അസിസ്റ്റന്റ് കരിയേപ്പിൻ്റെ ഇല പറിച്ചാൻ പോകല് അജിക്കുട്ടനാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയും, അജോ ഒരു 2 കരിയേപ്പിൻ്റെ ഇല പറിച്ചോണ്ട് അറിയട്ടോ. അങ്ങനെ ഇന്ന് പറഞ്ഞപ്പോഴേ ഒരു വലിയൊരു തണ്ട് ഒടിച്ചിട്ടുണ്ടെന്ന് കാണി. ഇനി ഒരു 3-4 ദിവസത്തിന് ഉമ്മ കരിയേപ്പിൻ്റെ ഇല പറിക്കാൻ പോകാൻ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞുട്ടി വന്നപ്പോൾ 2 പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അതാണെങ്കിൽ ഈ മഴയൊക്കെ പെയ്തുകൊണ്ടാവുന്നുണ്ട്, ഒരു മധുരവും ഇല്ല, ഒരു സൈസ് ഒരു ഇത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഉപ്പിൽ ഇരുമ്പി കൊടുത്താലേ, ഉപ്പും മുളകും ഇതാക്കി കൊടുത്താലേ ചിലപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടീകാരം. അപ്പം ഞാനങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഉപ്പും മുളകും ഇതാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ഉപ്പും മുളകൊക്കെ ഇട്ട് പുരട്ടി കൂട്ടി കൊടുത്തപ്പോൾ കുട്ടികൾക്കും കെട്ടിയാലൊക്കെ ഇഷ്ടമായിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ അത് ബാക്കിയായിട്ടുണ്ടേനില്ല, കഴിച്ചീന് കേട്ടോ. ഇതിപ്പോൾ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങളൊന്ന് കാട്ടി കൊതിപ്പിക്കണം, എന്നിട്ട് ബാക്കി കഴിക്കണം, അത്ര തന്നെ. അങ്ങനെ നമ്മളെ കരിപൊരി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടോ. അപ്പം ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് പൊരിച്ചെടുത്ത് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരത്ത് തേങ്ങാച്ചോറ് തന്നെ ഇനി കേട്ടോ. ഞാൻ 2 നേരത്തിന് ഒന്നിച്ചാണ് വെച്ചിരിക്കണേ. അപ്പോൾ തേങ്ങാച്ചോറും പിന്നെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതും പിന്നെ പപ്പടവും ഒക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങളന്ന് ചോറുന്നത്. അല്ലേ ജന്മോനെ? വീഡിയോക്ക് ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം പറ. ലേറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ബാക്കി ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ചായടിയൊക്കെ കഴിഞ്ഞ് അജു രാവിലെ വെറുതെ പുറത്തിറങ്ങിയാണ്ട് വെറുതെ ഒരു കോലുകൊണ്ട് ഇങ്ങനെ ഈ പുല്ലൊക്കെ ഒന്ന് തട്ടി കൊട്ടുകയാണ് കേട്ടോ. ഓൻ്റെ തല്ലുണ്ടാവും വിചാരിച്ച് വല്ല പാമ്പിനെയും കണ്ടു അതിൻ്റെ അടിയിൽ എന്നുള്ളത്. അപ്പോൾ ഓനങ്ങനെ കാട്ടിനുണ്ടപ്പോഴാണ് ഞാനും വിചാരിച്ച് കുറേ ആയി ഇവിടെ കാട് വെട്ടാന്ന് വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് വെട്ടിയിടാന്ന് വിചാരിച്ച്. വല്ല പാമ്പും വന്ന് ഹായ് മുത്തൂസ് ലൈഫ്സ് സുഖല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോഴേക്കാരം തൊള്ള ഒഴിച്ചല്. അപ്പം അതിൻ്റെ മുന്നേ തന്നെ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കളയാന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ പുതിയ പെരിയിൽ കയറിയതിന് ശേഷം ഈ വക സാധനങ്ങളൊന്നും വല്ലാതെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇനിയോ നമ്മൾ ഷെഡിൽ അതിനൊന്ന് നിത്യ സന്ദർശകരെ ഇനി ഓലൊക്കെ. ഇപ്പോൾ പുതിയ വീടായതിൻ്റെ ശേഷം ഓലയൊന്നും വല്ലാതെ കണ്ടിട്ടില്ല. അപ്പം ഇനി വേഗം ഇവിടെ നിന്ന് കാടൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് എന്താ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. എന്താ വെച്ചാൽ നമ്മുടെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് ഓടും, എന്നിട്ട് ഞാൻ വീണ്ടും പിടിച്ചോണ്ടു, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു 2 മിനിറ്റിൻ്റെ പിന്നാലെ അങ്ങനെ ഒന്ന് കൂടി നടക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഓടും. അങ്ങനെ ആയിട്ട് അന്ന് ഞാൻ ഫുള്ളായിട്ട് മുറ്റടിച്ച് തീർത്തിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ചൊക്കെ ആയിട്ട് നിർത്തിയേ. അപ്പോൾ ഫുള്ളായിട്ട് എന്താ പുല്ല് ഞാനിങ്ങനെ ചെത്തി കോരിയെടുത്തിരിക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് പറിച്ച് കളയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അതിനായിട്ട് മെനക്കെട്ട് നിൽക്കും വേണം. അതിനൊന്നുള്ള ഒരു ആരോഗ്യമായിട്ട് ഇങ്ങനെ ആയിട്ടുമില്ല. പക്ഷെ എന്നാലും ഒന്നും എടുക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഒരു മടുപ്പാണ്. ഇപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഒരു കിരികിരിപ്പാണ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ സമയം പോകാത്ത മാതിരിയൊക്കെ ഒരു ഇതാണ് കണ്ടോ. അപ്പോഴത്തേനും അവിടെ സെനിക്കുട്ടൻ വീണ്ടും ഓടിയേ. അങ്ങനെ ആയി. ഞാൻ പിന്നെന്ത് ചെയ്തു, പകുതി അടിച്ച് മിറ്റം അവസാനിപ്പിച്ചു കേട്ടോ. ആ പുല്ല് പറിച്ച ഭാഗമൊക്കെ ഒന്ന് അടിച്ചാണ് ഞാൻ പിന്നെ അവസാനിപ്പിച്ചു. പിന്നെ വൈകുന്നേരമാണ് ബാക്കി അടിച്ചു വാരിയിട്ടുണ്ടായിനത് കേട്ടോ. അപ്പം
ഒരു ചീരൻ്റെ തണ്ട് നമ്മൾ ആ ഷെഡ് വീട് ഇല്ലേനോ, ആ ഷെഡ് വീട് നിൽക്കുന്നതിന് തൊട്ട് മുന്നിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ വലിയതാവട്ടെ എന്നിട്ട് അത് പറിക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കിനെ. അങ്ങനെ ഞാനത് പറിച്ചു കൊണ്ടുവന്നു. പിന്നെ സെനക്കുട്ടൻ അത് വാങ്ങി അത് കുഴിച്ചിട്ടാ പോരേനോ എന്നൊക്കെ ഉള്ളതിൽ ഒന്ന് കുഴിച്ചിടാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടാ. അപ്പം ഞാൻ ഇതാ നല്ല അടിപൊളിയായിട്ട് അധികം ഇലകളൊന്നും കേട്ടിടാത്ത നല്ലൊരു ചീര കിട്ടിട്ടോ. അപ്പം ഇത് നമുക്കൊന്ന് താളിപ്പം ഇങ്ങോട്ട് ഉണ്ടാക്കാം. കാശുള്ളപ്പോ മന്തി, കാശില്ലാത്തപ്പോ ചമ്മന്തി എന്ന് പറഞ്ഞ പോലെ ഇന്നലെ ഇപ്പൊ നമ്മള് ചിക്കൻ കറിയും തേങ്ങാച്ചോറും ഒക്കെ നല്ല കൊശയിൽ ഉണ്ടാക്കിയല്ലോ. ഇന്നിപ്പോ ഒരു ഇത്തിരി നാടൻ ഭക്ഷണമൊക്കെ ആവാം എന്ന് വിചാരിച്ചു. പക്ഷെ ഇതിന്റെ ഗുണം അതിന് കിട്ടുമോ? ഇല്ല. ഇന്നിപ്പോ നമ്മള് ചീരന്റെ എല്ലാം താളിപ്പും പിന്നെ മുട്ട പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പൊ കുറച്ച് ചിക്കൻ കറി ഉണ്ട്. അപ്പൊ അത് ഞാൻ അവിടെ മാറ്റി വെച്ചേക്കണം കേട്ടോ. അപ്പം വൈകുന്നേരത്തിനൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇതിനകത്താണല്ലോ കുഞ്ഞുട്ടി ഉണ്ടാകുക. അപ്പൊ പിന്നെ പകല് ഞാനും കുട്ടികളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ മതിയല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിതാ മുട്ട ഒന്ന് പൊരിച്ചെടുത്തിക്കണേ. പിന്നെ നമ്മുടെ ചീരൻ്റെ ഇല ഉണ്ടല്ലോ, അത് ഞാൻ മുറിച്ചൊന്നും എടുക്കണില്ല കേട്ടോ. നല്ലപോലെ കഴുകിയിട്ട് ഇല മുറിച്ച് കാണ്ട് അങ്ങനെ ഒന്നുമില്ല, തോരൻ വെക്കണ പോലെ ഒന്നല്ല എടുക്കണത്. ഞാനിങ്ങനെ ഇല ഇങ്ങനെ നുള്ളി നുള്ളിയാണ് ഇട്ട് എടുക്കുന്നത്. നമ്മളെ തൊടിയിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിങ്ങാണ്ട് അത് ഭക്ഷണം വെച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണല്ലേ. അത് ഇന്റെ തോന്നലാണോ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാ തോന്നല് ഒന്ന് കമന്റ് ചെയ്യണേ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വല്ല ചീരയെ കാന്താരി അങ്ങനെയൊക്കെ കിട്ടി ഒക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പറയേണ്ടി വരില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുകയും നമ്മൾ പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പം അതിക്കുള്ള ചെറുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതാ ഞാൻ ചട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ നമ്മുടെ താളിപ്പൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറൊക്കെ ഒന്ന് ഞാൻ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായി കേട്ടോ. വെളിച്ചെണ്ണ ഇപ്പോഴും ഈ തൂക്കാത്രത്തിൽ തന്നെയാണ് കേട്ടോ, ഞാൻ മാറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് മഴ ചിലപ്പോൾ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പം ഇനി തണുപ്പൊക്കെ ആകുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാറ്റാന്ന് വിചാരിച്ചു. ആന കരിമ്പ് കയറിയാലും ഇതിലേറെ മെച്ചുണ്ടാവും. അക്കൊലത്തിലേക്കാണ് നമ്മളെ കിച്ചണിന്റെ അവസ്ഥ കേട്ടോ. എനിക്കുണ്ടല്ലോ ആകെ ഇങ്ങനെ അലമ്പായി കിടക്കണത് അത് എന്നിട്ട് ഒരു തലക്കന്ന് ഇങ്ങനെ വൃത്തിയാക്കി വന്ന് മൊത്തത്തിൽ ആ ഒരു ഫൈനൽ ആ ഒരു ഇത് കാണൂലേ, ആ ഒരു ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് ഒരുതരം സൈക്കോ സ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ അസിസ്റ്റന്റിന് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ ഒക്കത്തൊക്കെ കയറിയിരിക്കണത്. അപ്പൊ ഞാൻ വേഗം താളിപ്പിന്റെ പരിപാടി ഇങ്ങനെ തീർത്തിട്ട് അസിസ്റ്റന്റിനെ ഉറക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ പിന്നെ ഞാനേക്ക് കഞ്ഞിനെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു. പിന്നെ നമ്മുടെ ചീരൻ്റെ ഇല ഇടുക, വേവിക്കുക. മുരിങ്ങൻ്റെ ഇലൻ്റെ മാതിരി ഒന്നോ രണ്ടോ തിളക്കൊന്നും വേവൂല. അത് സിമ്പിളിട്ട് കുറച്ച് സമയം ഒന്ന് ആ ഇലൊന്ന് വേവാനുള്ള സമയം കൊടുത്താൽ നമ്മുടെ താളിപ്പ് റെഡിയായി. അപ്പൊ ഇനി സെനിക്കുട്ടനെ ഉറക്കിയിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ. അങ്ങനെതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാതും ക്ലീനാക്കി സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഈ അങ്ങനെ അലമ്പായി കിടന്ന സ്ഥലം ഇങ്ങനെ അടിപൊളിയാക്കി എടുത്തുകൊണ്ട് പിന്നെ അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം എന്നാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ.